തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് നിക്സി മാത്യു. ഞാൻ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് വരുന്നു. ഞാൻ മെയ് 5-നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. മാർച്ച് 18-ാം തീയതിയാണ് ഞാൻ MOH പരീക്ഷയ്ക്കായിട്ട് ബാംഗ്ലൂരിലേക്ക് ബുക്ക് ചെയ്തത്. 16-ാം തീയതി ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി. ആലുവയിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് പോകേണ്ടിയിരുന്നത് രാവിലത്തെ ട്രെയിനായിരുന്നു. അപ്പോൾ TTR എന്നോട് പറഞ്ഞു ലോക്കലിന് കയറ്, അപ്പം രാവിലെ അങ്ങ് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിറച്ച ആളായിരുന്നു. എനിക്ക് കാലെടുത്ത് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞാൻ ആലുവയിൽ തന്നെ ഇറങ്ങി ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് ട്രെയിൻ മിസ്സായി. രാവിലെ ആയിരുന്നു എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്, വൈകിട്ടത്തെ ട്രെയിനാണ് ഞാൻ കയറിയത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, മോൻ പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിക്ക്, അമ്മയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ പരിശുദ്ധ തൈലം നെറ്റിയിൽ പൂശി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കസിൻസിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് 18-ാം തീയതി എക്സാമാണ്, 7 മണിക്കാണ് എക്സാം, ട്രെയിൻ മിസ്സായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ ട്രെയിൻ നോക്കിയപ്പോൾ 17-ാം തീയതി കൊച്ചുവേളി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 17-ാം തീയതി പോയാൽ കിട്ടത്തില്ല, കാര്യം 7 മണിക്കാണ് എനിക്ക് എക്സാം, വൈറ്റ് ഫീൽഡിൽ ചെല്ലുമ്പം 8:45 ആകും. അപ്പോൾ അവർ പറഞ്ഞ് ബസ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യത്തോടെ എനിക്കൊരു ബസ് കിട്ടി. 17-ാം തീയതി 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ബസ്. ഞാൻ ആ ബസ്സിൽ കയറി. അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം പ്രാർത്ഥന ചൊല്ലി അമ്മ എനിക്ക് പരിശുദ്ധ തൈലം നെറ്റിയിൽ പൂശി തന്നു. മാതാവിൻ്റെ പരിശുദ്ധ തൈലവും ഉടമ്പടി കാശുരൂപവും ഒപ്പം തന്നാണ് അമ്മ എന്നെ പരീക്ഷ എഴുതാൻ വിടുന്നത്. പരീക്ഷ എഴുതാൻ പോയി. 18-ാം തീയതി 7 മണിയാകുമ്പം റിപ്പോർട്ട് ചെയ്യണം. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിക്ക് എഴുന്നേൽക്കുമ്പം എൻ്റെ കാശുരൂപം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി കരഞ്ഞു. കാര്യം എനിക്ക് ആദ്യം ട്രെയിൻ മിസ്സായി, പിന്നെ ഇപ്പോൾ കാശുരൂപം നഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ ഇപ്പം MOH ഞാൻ സൗദിയിലോട്ട് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ, ഞാൻ അങ്ങോട്ട് പോകണ്ടേ, അതാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ കാശുരൂപം അന്വേഷിച്ചു. എനിക്ക് കാശുരൂപം കിട്ടി. ഞാൻ ആ കാശുരൂപം എടുത്ത് ചുംബിച്ചെൻ്റെ മാലയിൽ കോർത്തിട്ടു. ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം ഹോളിൽ കയറി. എനിക്ക് ആ സമയത്ത് പീരീഡ്സായി. എനിക്ക് ഭയങ്കര ഛർദിലും തലവേദനയും തലകറക്കവും. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. അവിടെ AC ആയിരുന്നു, ഫുൾ AC. എനിക്ക് നടുവേദനയും കൊണ്ട് ഇരിക്കാൻ വയ്യ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എനിക്ക് ശരിയായിട്ട് വായിച്ചു നോക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മാതാവിൻ്റെ കാശുരൂപത്തെ പിടിച്ച്, എൻ്റെ മാതാവെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ കാശുരൂപത്തെ മാത്രം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. 3 മണിക്കൂറിൻ്റെ പരീക്ഷ 1 മണിക്കൂറോടെ ഞാൻ എഴുതി തീർത്തു. എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ അമ്മേനെയാണ് ആദ്യം വിളിക്കുന്നത്. അമ്മ എനിക്ക് പാടായിരുന്നു, ഞാൻ തോറ്റു പോകും. 25,000 രൂപ കൊടുത്താണ് എക്സാം എഴുതിയത്. അമ്മ ആ പൈസ വെറുതെ ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല മോനെ, മാതാവ് നിന്നെ കാക്കും, മാതാവ് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ തൈലം നെറ്റിയിൽ പൂശിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച്, എൻ്റെ മാതാവെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്നെ പരീക്ഷ ജയിപ്പിക്കണം. എൻ്റെ അമ്മ ഒരു അടുക്കള ജോലിക്കാരിയാണ്. ആ പൈസ കൊണ്ട് എന്നെ അമ്മ എൻ്റെ ഈ പരീക്ഷയ്ക്ക് എന്നെ വിട്ടത്. അപ്പം വീണ്ടും പൈസ മുടക്കാൻ എന്നെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സാധാരണ ഓരോ മാസത്തിൻ്റെ 5 അല്ലെങ്കിൽ 6-ാം തീയതിയാണ് എക്സാം റിസൾട്ട് വരുന്നത്. പക്ഷേ പെസഹ ബുധനാഴ്ച, അതായത് മാർച്ച് 25-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. 610 മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു, എന്നെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടി. അമ്മ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ കേട്ടതാണ്, ചിത്രശലഭത്തെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. ശരിയാണ്. കാര്യം എൻ്റെ ആവശ്യമാണ് പരീക്ഷ ജയിക്കണം, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം, എൻ്റെ അമ്മേനെ രക്ഷപ്പെടണം, അതൊക്കെ എൻ്റെ ആവശ്യമാണ്. എൻ്റെ അമ്മേനെയും കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഉടമ്പടി എടുപ്പിച്ച്, അമ്മയാണ് ഉടമ്പടി അനുഷ്ഠിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു മെയ് 5-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ മെയ് 5-ന് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം, എനിക്ക് ഈ നടയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണം എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നല്ലതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ, അതായത് ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മെയ് 5, അപ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതി എനിക്ക് 1 മാസമാകും, എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് നീ നൽകണം, എൻ്റെ ഈ പ്രോസസ്സിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജൂലൈ 7-ാം തീയതി എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾക്ക് വയ്യാതെ, അവർക്ക് 3 ആൺപിള്ളേരാണ്, 3 പേര് സ്ഥലത്തില്ല. അപ്പോൾ ആൻറ്റിനെ സഹായിക്കുവാനായിട്ട് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു.
അങ്ങനെ ജൂലൈ 7-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിക്സി 3ാമത്തെ മെഡിക്കൽ എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ തയ്യാറാണ്, എന്നത്തേക്ക് പോകണം, നാളെ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ എടുക്കാൻ പോയി. അന്ന് എൻ്റെ ഈ പൈസ ഇല്ല. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞു, അമ്മേ മോനെ പൈസ ഇല്ലല്ലോ, സാരമില്ലമ്മോ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് പറഞ്ഞു. ആൻറ്റി തന്നെ എനിക്ക് 6000 രൂപ നൽകി. ഞാൻ മെഡിക്കലിന് പോയി, മെഡിക്കൽ പാസ്സായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് അവൾ പറഞ്ഞു, ഡി വിഷമിക്കേണ്ട, മെഡിക്കൽ എടുത്ത് 1 മാസത്തിനുള്ളിൽ വിസ കിട്ടുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പം ഓഗസ്റ്റ് 5. അപ്പം ഞാൻ ഓഗസ്റ്റ് 5-ന് എൻ്റെ ഉടമ്പടി പുതുക്കുമ്പോഴത്തേക്കും സാക്ഷ്യം പറയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം സമയം നീണ്ടു പോകും, കാര്യം ഞാൻ എടുത്തത് 7-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് 7 ആവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കുഴപ്പമില്ല, ഓഗസ്റ്റ് 5 തൊട്ട് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ വരെ ഞാൻ സമയം, എനിക്ക് അത്രയും കുഴപ്പമില്ല, ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ എനിക്കൊരു റിസൾട്ട് കിട്ടിയാൽ മതി. എനിക്ക് ഓഗസ്റ്റ് 13-ാം തീയതി എനിക്ക് വിസ വന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് വരണം. ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്ന് മാത്രമാണ്. ഇവിടുന്ന് പത്രം നൽകി പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെലുത്തിയത് അർഹതയുള്ളവരുടെ കൈ കിട്ടണേ മാതാവേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും പറയുമായിരുന്നു, എൻ്റെ മാതാവേ സെപ്റ്റംബർ 20-ന് മുന്നേ എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടണം. അങ്ങനെ ഈ മാസം 20-ാം തീയതി, സെപ്റ്റംബർ 20-ാം തീയതി ഉച്ചയ്ക്ക് 3:20 ആയപ്പോഴത്തേക്ക് എനിക്ക് ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു. അടുത്ത മാസം 6-ാം തീയതി ഞാൻ സൗദിയിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ, അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാത്ത കാര്യമാണ്, എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് എല്ല് വളരുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആകെ ചെയ്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്ക് ഉടമ്പടി തൈലം എടുത്ത് അവിടെ പൂശി വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. ഈ 2-3 ദിവസം മുന്നേ നോക്കുമ്പോഴത്തേക്കും അതിൽ ഒന്നും തന്നെ ഇല്ലാതെ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ എൻ്റെ ചേട്ടായിക്ക് 1 വർഷം മുന്നേ അവൻ ITI സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഉപ്പൂറ്റിയുടെ എല്ല് 2ആയിട്ട് പൊട്ടിപ്പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ 3 തവണ എക്സ്റേ എടുത്തു. 3 തവണയും ഡോക്ടർ പറഞ്ഞു അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, എന്നാലേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ചേട്ടായിക്ക് എക്സാം വന്നു. എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ, കാര്യം സെക്കൻഡ് ഇയർ ആണ്, ലാസ്റ്റ് സെം എക്സാമാണ്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരം പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടേണ്ടി വരും, പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടിത്തയിൽ അവൻ്റെ കാലിൽ പൂശി ഉപ്പിട്ടാണ് അവൻ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവൻ്റെ കാല് പൊക്കി വെക്കുന്ന പില്ലോയ്ക്കകത്ത് മാതാവിൻ്റെ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് പറയുന്നു, മാതാവേ അവൻ എക്സാം എഴുതാൻ അവസരം കൊടുക്കണം, കാര്യം എനിക്ക് എൻ്റെ ചാച്ചനില്ല, എനിക്ക് എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ ഒരു ആന്തരിക അവൻ മാത്രമേ ഉള്ളൂ, അവൻ രക്ഷപ്പെട്ടാലേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുത്തുള്ളൂ. മാതാവേ നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങൾ ഡോക്ടറുടെ വാക്ക് കേൾക്കാനേ പോയില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി എക്സാം എഴുതി. അവന് ഫസ്റ്റ് ക്ലാസ്സോട് ജയിച്ചു. ഇപ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും, കർത്താവ് അരുളി ചെയ്യുന്നു. നിക്സി മാത്യു എന്ന ഈ സഹോദരി